കണ്ണൂർ പാനൂരിലെ രക്തസാക്ഷി മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിൽ നിന്നും എം.വി. ഗോവിന്ദൻ വിട്ടുനിന്നതിൽ പ്രാദേശിക നേതൃത്വത്തിന് അതൃപ്തി. രക്തസാക്ഷികൾക്ക് അർഹിക്കുന്ന പരിഗണന നൽകിയില്ല എന്നാണ് ആക്ഷേപം. ജില്ലയിലുണ്ടായിട്ടും എം.വി. ഗോവിന്ദൻ പരിപാടിയിൽ നിന്ന് പിന്മാറിയത് വിവാദം ഒഴിവാക്കാനാണെന്നാണ് വിവരം. ചെറ്റക്കണ്ടിയിലെ സുബീഷ് ഷൈജു സ്മാരക മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിൽ നിന്ന് എം.വി. ഗോവിന്ദൻ വിട്ടുനിന്നത് പാർട്ടിക്കകത്ത് ചർച്ചയാവുകയാണ്. എന്തുകൊണ്ട് മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടിയിൽ പാർട്ടി സെക്രട്ടറി പങ്കെടുത്തില്ല? മറ്റു പരിപാടികളൊന്നുമില്ലാതെ കണ്ണൂരിൽ തന്നെ ഉണ്ടായിട്ടും എം.വി. ഗോവിന്ദൻ ഉദ്ഘാടനത്തിൽ നിന്നും പിൻവലിഞ്ഞത് ശ്രദ്ധേയമായ രാഷ്ട്രീയ ചർച്ചയായി മാറുന്നു. പാർട്ടി പ്രാദേശിക നേതാക്കളും സംസ്ഥാന സെക്രട്ടറിയുടെ നിലപാടിൽ നീരസം പങ്കുവയ്ക്കുന്നുണ്ട്. ബോംബ് നിർമ്മാണത്തിനിടെയുണ്ടായ സ്ഫോടനത്തിലാണ് സുബീഷും ഷൈജുവും മരിച്ചത്. സജീവ പാർട്ടി പ്രവർത്തകരായ ഇവർ ബോംബ് നിർമ്മിച്ചത് പാർട്ടിക്ക് വേണ്ടിയായിരുന്നു. എന്നാൽ പരസ്യമായി ഇവരെ സംരക്ഷിക്കാൻ അന്നത്തെ പാർട്ടി സംസ്ഥാന നേതൃത്വം തയ്യാറായില്ല. പിന്നീടാണ് സ്മാരക മന്ദിരം ഉൾപ്പെടെ പാർട്ടിയുടെ നേതൃത്വത്തിൽ തന്നെ നിർമ്മിക്കുന്നത്. മരിച്ച രണ്ടുപേരും രക്തസാക്ഷികളെന്നാണ് പാർട്ടി വിശദീകരണം. സംസ്ഥാന സെക്രട്ടറി നേരിട്ട് സംഭവത്തെ ന്യായീകരിക്കേണ്ടി വരുന്നത് ഒഴിവാക്കാനും വിവാദമുണ്ടാക്കുമെന്ന ആശങ്കയിലുമാണ് എം.വി. ഗോവിന്ദൻ പരിപാടിയിൽ നിന്നും പിൻവലിഞ്ഞത്. രക്തസാക്ഷികളെന്ന് പാർട്ടി ആവർത്തിച്ച് വിശദീകരിക്കുമ്പോഴും രക്തസാക്ഷി അനുസ്മരണ പരിപാടിയിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് പങ്കെടുക്കാൻ എന്താണ് വിമുഖതയെന്നാണ് പാർട്ടിക്കിടയിൽ നിന്നു തന്നെ ഉയരുന്ന ചോദ്യം. റിപ്പോർട്ടർ അർജുൻ കല്യാട്, ഇൻ റിപ്പോർട്ടർ, കണ്ണൂർ.